ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അൻസിൽ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ പുതിയൊരു ഹൗസിന്, അതായത് പുതിയൊരു വീട് എടുക്കാൻ പോകും കേട്ടോ. വീടെന്തായാലും നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഫുള്ളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് ടെഡി ഡോണറ്റ്സിൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മുടെ ജീവകരം കാര്യങ്ങളും എടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അവിടേക്ക് പോകാം കേട്ടോ. വണ്ടിയും കാര്യങ്ങളൊന്നും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് അവിടെ പോകാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഗെയിം സൗണ്ടും കൂടി ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. ക്യാമറ ആംഗിളൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. ഇവിടുത്തെ അങ്ങനെ അധികം ദൂരമൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ അവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് വ്യത്യാസമുണ്ട് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ അവിടെ മറ്റേ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് ഇവിടുത്തെയൊക്കെ നല്ല രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ് അവിടെ ഉള്ളത്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ സമയം ഒരു രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ. അധികം ആരും റോട്ടിലില്ല. ഒരു 6 മണി 7 മണിയുടെ ടൈം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും റോട്ടിലൊന്നും ആരും ഇല്ല, ആരെയും കാണാനില്ല. അപ്പം നമുക്ക് എന്തായാലും സുഖമായി കത്തിച്ച് വിടാം കേട്ടോ. നമ്മളെന്തായാലും വേഗം എടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടായി യാത്ര ചെയ്യുക. നമ്മൾ മോഡിഫൈഡ് വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പൊട്ടിച്ച് അവിടെ എത്തുമ്പോഴത്തേന് ഒക്കെ എന്തായാലും പതിയെ അങ്ങോട്ട് പോവാം കേട്ടോ. എന്തായാലും കുറച്ച് തന്നെ ഉള്ളൂ, അങ്ങനെ കൂടുതൽ ദൂരമൊന്നുമില്ല. എന്തായാലും കുറച്ച് പോയാൽ മതി. പിന്നെ നമ്മുടെ സിറ്റി വിട്ട് നിൽക്കണതിലുള്ളൊരു പ്രശ്നം മാത്രമേ കേട്ടോ. നമ്മളെന്തായാലും വീട് അവിടെയാണെങ്കിലും നമ്മൾ ഫുൾ സിറ്റിയിൽ തന്നെ കയറിട്ടോ. എപ്പോഴും നമ്മൾ സിറ്റിയിൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മളെന്തായാലും വീടും കാര്യങ്ങളൊക്കെ വേറെ എടുക്കണമായിരിക്കും. അപ്പം നമ്മൾ ഈ സൈഡിലത്തെ വഴിയിലൂടെയാണ് കയറിപ്പോണ്ട് കേട്ടോ. മറ്റേ നേരെ ഹൈവേയിലൂടെ അങ്ങനെ പോവാണേ, നമ്മൾ ഈ സൈഡിലൂടെയാണ് പോകേണ്ടത്. നമുക്ക് എന്തായാലും നേരെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഈ വേറെ ഹൈവേ കണക്റ്റ് ആകുമ്പോൾ നമ്മൾ നേരെ അവിടേക്കാണ്. ഇത് മേലെന്ന് പോകുന്നത് നേരെ ഹൈവേ കേട്ടോ. ഇത് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സ്ഥലം കേട്ടോ. ഇത് അങ്ങോട്ടൊരു സ്പേസ് ഉണ്ട്, ഇങ്ങോട്ടൊരു സ്പേസ് ഉണ്ട്. ഇതെന്തായാലും അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിലും വേറെ റോഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ റോഡിലൂടെയാണ്. അപ്പോൾ കണ്ടോ, ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും കണക്കല്ലേ, സ്ലിപ്പ് ആവും കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഡയറക്റ്റ് നമ്മളെ വീട്ടിലോട്ട് കയറാം. ഇവിടുന്ന് ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളും ഇട്ടുണ്ടോ. നമ്മളിപ്പോൾ പെട്രോൾ പമ്പ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മളെ പെട്രോൾ പമ്പ് നമ്മൾ വാങ്ങും ചിലപ്പോൾ. പിന്നെ ഈ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. വീട്ടിൽ 4 കറക്കലോ കറക്കാം, നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും കറക്കാം. പിന്നെ ഗാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോമേഷൻ ഡോറും കാര്യങ്ങളുള്ള ഗാരേജും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ വീടൊന്ന് അലങ്കരിച്ചിടാൻ പറഞ്ഞിരുന്നു. എന്തായാലും അലങ്കരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് തിരിച്ച് നമ്മളെ ഗാരേജിലോട്ടൊന്ന് കയറ്റാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓട്ടോമേഷൻ ഡോറിൻ്റെ ഒരു കീ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് എന്തായാലും തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കാർ സർവീസിൻ്റെ കാര്യങ്ങളും ചെറുതായിട്ട് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലുണ്ട്. വണ്ടി ഒന്ന് ഓഫാക്കട്ടെ, സോറി. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഈ സംഭവം നടക്കുക, എന്നിട്ട് നമുക്ക് ഇതിലൂടെ നമ്മളെ വീട്ടിലോട്ട് കയറാൻ പറ്റും കേട്ടോ. ഈ ഡോറിലൂടെ തൽക്കാലത്തിന് തുറന്ന് നടക്കട്ടെ. അപ്പം എന്തായാലും തൽക്കാലത്തിന് തന്നെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് എന്തായാലും ഇത് അടച്ചിട്ടൊന്ന് പോവുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് എന്തായാലും ഒന്ന് തുറന്ന് കാണിച്ചാൽ കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്ന് വേഗം അടക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറും. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ AC ആണ് കേട്ടോ. എവിടെ നോക്കിയാലും AC ആണ്, ഫുൾ AC മറ്റേ വീടാണ് കേട്ടോ സെറ്റായിട്ടുള്ളത്. പിന്നെ നമ്മുടെ TV കാണുന്ന സ്പേസും കാര്യങ്ങളും ഇതാണ് കേട്ടോ. 2 സബ് വൂഫറും കാര്യങ്ങളൊക്കെ TVയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മറ്റേ ഒരു ചെറിയൊരു ടേബിൾ നടക്കുന്നുണ്ട്. പിന്നെ സോഫ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ചെറിയൊരു കബോർഡ് പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗെയിമിങ്ങിൻ്റെ സാധനമുണ്ട്. പിന്നെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ, എന്താ അറിയില്ല. പിന്നെ കുറച്ച് ബുക്സും ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ മറ്റേ കിച്ചണിലോട്ട് പോയേക്കാം. കിച്ചണിൽ ഇതവിടെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ കിച്ചണിൽ നല്ല ഫ്രഷ് വാട്ടറിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് വന്നപ്പോൾ വെച്ച ലാപ്ടോപ്പാണ്. പിന്നെ ഇവിടെ കിച്ചണിൽ വരെ ലാപ്പും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമൊന്നും ഇപ്പോൾ നമ്മൾ തുറന്ന് കാണിക്കാൻ പോകില്ല. ഇപ്പോൾ എന്തായാലും നേരെ മേലോട്ട് പോവുക. 2nd ഫ്ലോറിലോട്ടൊന്ന് പോയാൽ കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഡോർ അടക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ AC കാര്യങ്ങൾ ഇട്ടേക്കല്ലേ, അത് മൊത്തം പുറത്തേക്ക് പോകും. നമുക്ക് എന്തായാലും മേലോട്ട് പോവാം കേട്ടോ. മേലെയാണ് നമ്മുടെ
പേഴ്സണൽ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും ചെറിയ കോഫി മേക്കറും മറ്റേ ചെറിയൊരു മറ്റേ കസാലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ, TV ഉണ്ട്. പിന്നെ ഇവിടെ ക്ലീൻ ആയിട്ട് ഒരു പിയാനോ ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മളെ ബെഡ്റൂം ആണ് കേട്ടോ. ബെഡ്റൂമിലാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തോരണം കാര്യങ്ങളൊക്കെ തൂക്കി, ഓണത്തിൻ്റെ ഒരു ഇതായിട്ട് തോരണം കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു AC വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണാം കേട്ടോ. കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അടക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ചെറിയൊരു ബാൽക്കണി പോലെ സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാം കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ 2-3 ബാൽക്കണി ഉണ്ട് കേട്ടോ. 2-3 ബാൽക്കണി ഉണ്ട്. ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ അടക്കമില്ല, ഉണ്ടെങ്കിൽ തണുപ്പുള്ള ഒക്കെ എന്തായാലും ഒന്ന് അടച്ചിട്ട് നമ്മളെ ഒരു ഗെയിമിംഗ് റൂം ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീട് സെലക്ട് ചെയ്തത്. ഒരു ഗെയിമിംഗ് റൂമും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ ഉണ്ട്, മറ്റേ ഗെയിം കളിക്കുന്ന സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ PC കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇവിടെ PC കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഗെയിമിംഗ് ചെയറൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കാലം അയിമൊക്കെ തന്നെ കാരണം നമ്മളെ മറ്റേ ബാത്റൂമും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് ഗ്ലാസ് ആയിട്ടോട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. ഫുൾ ഗ്ലാസ്സാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും, ഇവിടെ നമ്മുടെ ബാത്ത് ടബും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വാഷ് ബേസും വരുന്നുണ്ട്, ഒരു വാഷ് മെഷീനും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പുറത്തോട്ട് പോവാം, വാതിലടച്ചിട്ട്. ഇനി നമുക്ക് എന്തായാലും 3rd ഫ്ലോറിലോട്ട് പോവുക. 3rd ഫ്ലോറിൽ ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ജിമ്മും കാര്യങ്ങളും ഉണ്ട്. ഹോം ജിമ്മായിട്ട് ചെറിയൊരു ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് എന്തായാലും ഇനി മുതൽ രാവിലെ കുറച്ച് ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാലും കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇനി മുതൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മളെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഡിസ്ക് ബോർഡ് പോലത്തെ ഒരു ഗെയിം ഉണ്ട് കേട്ടോ. ഇവിടെ ചെറുക്കന്മാരൊക്കെ പാടെ കൂടി കളിക്കാൻ പോകുന്ന ഡിസ്ക് ബോർഡ് പോലത്തെ ഒരു ഗെയിമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഡിസ്കോ ബോൾ ഇരിക്കുന്നിടത്ത് ഈ വാതിൽ ലോക്കാണ് കേട്ടോ. ഇവിടെയും ചെറിയ ചെടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഡിസ്കോ ബോൾ ഉള്ളിടത്ത് 4 മറ്റു സ്ഥലത്തും നമ്മുടെ ബൂഫറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണിയും കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ എണ്ണിയാൽ തീരാത്തത്ര ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി കണക്കിനുണ്ട്, കാരണം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ബാൽക്കണി കാര്യങ്ങളും. പിന്നെ ഇവിടെ നല്ല മഞ്ഞ കൊണ്ട് നല്ലൊരു ചായ കുടിച്ചിരിക്കും, നല്ല വൈബായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് 2nd ഫ്ലോറിലോട്ട് പോവാം. അവിടെ നമുക്ക് കാണിച്ചു തരാത്തൊരു ബാൽക്കണി കൂടി ഉണ്ട്. ആ ബാൽക്കണി കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ബാൽക്കണി നമ്മൾ ഡയറക്റ്റ് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. നമുക്ക് നേരെ എന്തായാലും ഒന്ന് അടിയിലേക്ക് പോയേക്കാം, 2nd ഫ്ലോറിലോട്ട് പോയേക്കാം. ഈ വീട് മൊത്തത്തിൽ 3rd ഫ്ലോർ ആട്ടോ, അതായത് 3 ഫ്ലോറാണ് വരുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ബാൽക്കണി ഇതാണ് കേട്ടോ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബാൽക്കണിയാണ്, അതായത് ഇവിടുന്ന് ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിയിലേക്ക്. അങ്ങനെ നമ്മളെ വീടിൻ്റെ മുമ്പിലോട്ട് കാര്യങ്ങളും പോകാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു ഫയറോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, തണുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്നൊരു കോഫിയും കാര്യങ്ങളും കുളിക്കാതെ ഇവിടുന്ന് നേരെ അടിയിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുതിയ വീടെടുത്തോണ്ടാന്ന് വന്നത്. നമ്മൾ ഇന്ന് മുതൽ ഇവിടെ താമസം തുടങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ സിറ്റി വിട്ടു പോകാൻ ചെറിയൊരു ഇതുണ്ട്. സിറ്റിയിൽ നമുക്ക് വീടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും നമ്മൾ സിറ്റി തന്നെ ആയിരിക്കും പകുതിയിലേറെ, സിറ്റി തന്നെ ആയിരിക്കും. പിന്നെ അടിയിലേക്കൊക്കെ അവിടെ കയറി പോവാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീടിന് മുമ്പിലോട്ട് എത്തിയിട്ടുണ്ടാവും. മുമ്പിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളും തോരണമൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓണപ്പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം അടുത്ത്. അപ്പം നമുക്ക് എന്തായാലും ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പേരുടെ ഒരു ഓവറോൾ ലുക്ക് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഒന്ന് മുന്നിലോട്ട് എടുക്കട്ടെ. ഗ്യാരേജ് അടക്കണ്ടല്ലോ. ഇവിടെ പിന്നെ കുറച്ച് ക്ലീനിങ് സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയുടെ. പിന്നെ വണ്ടിയുടെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് അലോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ കാണാണ്ട് വെച്ച്. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ ഇട്ടൊന്ന് കറക്കാം കേട്ടോ. നമുക്ക് ആദ്യം കറക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ഫുൾ ഓവറോൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് വണ്ടി ഇവിടെ ഇട്ട് കറക്കാം. ഒരു കിടിലം പ്ലേസ് ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ പുതിയ ആൾക്കാരും പുതിയൊരു നാടൊക്കെയാണ്, നമ്മളൊന്ന് നല്ല രീതിയിൽ ഇരിക്കണം. പിന്നെ അവിടെ ഫുള്ള് മഞ്ഞ് കൂടിയൊരു ചെറിയൊരു പുല്ല് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സംഭവം മുന്നിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ പേരുടെ ഒരു ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ. ഒരു കാപ്പിയും വൈറ്റും കളറല്ലേ, വൈറ്റ് ആണ് പിന്നെ സ്നോ വേണ്ടാണ്, ഒരു കാപ്പി കളറിലാണ് നമ്മുടെ വീട് വരുന്നത്. എന്തായാലും അത്രയും ക്ലീന് വീട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു വീടാണ്.
പിന്നെ നമ്മൾ വീട് മാറി ഇപ്പോഴത്തൊന്നും മാറുന്നുണ്ടാവില്ല. അപ്പം എന്തായാലും ഇത്ര ഇട്ട് നമ്മുടെ വീഡിയോ. നമ്മളെ വീട് ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെന്തായാലും ഇത്രയുള്ള വീഡിയോ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം. ബൈ.